ഫിറോസ് കുന്നംപറമ്പിൻ്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വരുന്ന വിമർശനങ്ങളുടെ വീഡിയോസും നമ്മുടെ പേജിൽ തനിയെ ഇങ്ങനെ വരും. നമ്മളിങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അതിൽ ചില ആളുകളൊക്കെ ഭയങ്കര ശക്തമായി ഫിറോസ് കുന്നംപറമ്പിനെ പറയുന്ന ആളുകളുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുകയും കൂടെ തന്നെ നിൽക്കുകയും എന്നിട്ട് അതൊക്കെ കണ്ട് അപ്പോൾ അദ്ദേഹം ഒരു മണിക്കൂർ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ കോടികൾ സമ്പാദിക്കുന്ന ദിവസങ്ങൾ കൊണ്ട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നു, അങ്ങനെ പലർക്കും നൽകുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചില ആൾ വിചാരിക്കും, ഇതെന്താ നല്ല സുഖമാണല്ലോ, രണ്ട് വീഡിയോ ചെയ്തിട്ട് ഞാൻ പൈസക്കാരനാകാലോ അല്ലെങ്കിൽ ഉണ്ടാക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പോയിട്ട് വീഡിയോ ചെയ്യും. എന്താ ആ റിസൾട്ട് കിട്ടില്ല. അതേതൊരു വ്യക്തിയും ഫിറോസിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഒരു ബിസിനസ്സുകാരനാകട്ടെ, മോട്ടിവേഷൻ സ്പീച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നല്ല പാങ്ങിൽ ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുന്ന ഇപ്പോൾ സ്പീക്കീസി പോലുള്ള നല്ല ക്ലാസ് എടുക്കുന്ന ആൾ അത് കണ്ടിട്ട് പോയിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാൻ നടക്കുമോ? നടക്കില്ല. കാരണം ഇതേത് മേഖലയിലും ഒരാളെ കണ്ടിട്ട് അയാളെ പിന്തുടർന്ന് നമ്മൾ ആ മേഖലയിൽ ടച്ച് ചെയ്യുക എന്നാൽ അതൊരു സാധാരണക്കാരന് നടക്കില്ല. കാരണം അദ്ദേഹത്തിന് കിട്ടുന്ന എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാത്തിടത്തോളം കാലം അദ്ദേഹം ജീവിച്ചു വന്ന ആ പടികൾ, ഇപ്പോൾ യൂസുഫ് അലിനെ ഇപ്പോൾ കണ്ടിട്ട് നമ്മൾ ഭയങ്കര യൂസുഫ് അലി ഭയങ്കര എത്ര കൊടുക്കുന്നത്, അദ്ദേഹത്തിന് ലുലുണ്ട്, ഇതൊക്കെ കണ്ടിട്ട് ഒരാൾ വിചാരിക്കുകയാണ്, കുറച്ച് പൈസ ഉള്ള ആൾ തന്നെ വിചാരിക്കുകയാണ് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ. എന്നാൽ പടലം പൊട്ടും. കാരണം എന്താ? യൂസുഫ് അലിയെ പോലെ നമ്മൾ ആകണമെങ്കിൽ യൂസുഫ് അലി ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ സമയത്ത് എങ്ങനെയാണോ തുടക്കക്കാരനായിരിക്കും യൂസുഫ് അലി എങ്ങനെയാണോ അവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. മോട്ടിവേഷൻ സ്പീച്ചറായിരിക്കെ അദ്ദേഹം ആ ചെറുപ്പത്തിൽ എങ്ങനെയാണോ അദ്ദേഹം മോട്ടിവേഷൻ സ്പീച്ച് തുടങ്ങി അങ്ങനെ ആരംഭിച്ച് അങ്ങനെ പോയത്, ആ ലെവലിലൂടെ വേണം സഞ്ചരിക്കാൻ. ആ പഴയ ആളിലേക്ക് വേണം നമ്മൾ ആദ്യം നോക്കാൻ. ഇപ്പോൾ ഫിറോസ് കുന്നംപറമ്പിൻ്റെ വിഷയത്തിൽ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ സമാധാനം. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ആ കുടുംബം രക്ഷപ്പെട്ട് പേടിക്കേണ്ടത്. ഇനിയിപ്പോൾ അദ്ദേഹം മോഷ്ടിക്കുന്നു, അദ്ദേഹം അതിൽ നിന്ന് പല രീതിയിലും കവർന്നെടുക്കുന്നു, പല ആളുകളിൽ നിന്നും 50,000 വാങ്ങുന്നു എന്ന് ഇനിയിപ്പോൾ നമുക്കറിയില്ല, വാങ്ങുന്നു നമ്മൾ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, തെളിവുകളില്ല. അപ്പോൾ അത് എന്തെങ്കിലും നമ്മൾ ഒരാളെ പറ്റി പറയുമ്പോൾ അതിന് ശക്തമായ എവിഡൻസ് വേണം. നമ്മൾ കോടതിയിലൊക്കെ ചോദിക്കാറില്ലേ എവിഡൻസ്, നിങ്ങൾ ആ പറഞ്ഞ കാര്യം എവിഡൻസ് എവിടെ, പ്രൂഫ് എവിടെ എന്നൊക്കെ ചോദിക്കാറില്ല. അതുപോലെ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു സ്ഥലത്ത്, കുൽ ഹാത്തു ബുർഹാനക്കും ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ നിങ്ങൾ തെളിവുകൾ കൊണ്ടുവരൂ. ആ ഖുർആൻ്റെ ശൈലിയുണ്ട് അങ്ങനെ. അപ്പോൾ അതുപോലെ എന്തെങ്കിലും തെളിവില്ല ഇങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ സമ്മതിക്കുന്നു എന്ന് വെച്ചോ, എന്തെങ്കിലും എടുക്കുന്നു എന്ന് വെച്ചോ, എന്നാലും നമുക്ക് പ്രശ്നമില്ല. കാരണം എന്താ പറയുക, കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപൻ്റെ ഓപ്പറേഷൻ വന്നാക്ക് ഒരു ഹോസ്പിറ്റലിൽ വിളിച്ചു പറയുമ്പോൾ പെട്ടെന്ന് കാര്യം ശരിയായി, വേറെ ഹോസ്പിറ്റലിൽ വിളിച്ചു പറയാം അങ്ങനെ ഒരു പേഷ്യൻറ്റ് വരുന്നുണ്ട്, നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ശരിയായത്. അദ്ദേഹം അതിന് പൈസ എത്തിക്കുന്ന അവർക്കറിയാം. അപ്പോൾ അദ്ദേഹം അതിന് വേണ്ടി തന്നെ മെനക്കെട്ട് ചാരിറ്റിയൊക്കെ ചെയ്യുമ്പോൾ നിരവധി ആളുകൾ, പല ആളുകളും വരിക്കും അത് കണ്ട് നമുക്ക് അങ്ങനെ ചെയ്തുകൂടെ, നമുക്ക് ലക്ഷങ്ങളിൽ എടുക്കുന്നതിനെ കൂട്ടാം, എന്നാലും നമുക്ക് പ്രശ്നമില്ല. കാരണം എന്താ, അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്, അദ്ദേഹം സമ്പാദിക്കുന്നതാണ്, അദ്ദേഹത്തിൻ്റെ കഴിവാണ്. എടുക്കുന്നില്ല, പക്ഷെ എടുക്കുന്നതെന്ന് സങ്കല്പിച്ചാലും നമുക്കെന്താ ചെയ്യാതെ നമ്മൾ ചോദിക്കാറില്ലേ, ഓനിക്കെന്താ പ്രശ്നം. വേറെ കൊടുക്കുന്നവർക്കും പ്രശ്നമില്ല, വാങ്ങുന്നതിനും പ്രശ്നമില്ല. ഇപ്പോൾ ഖത്തറിലെ ചില സംഘാടകർക്ക് ഇടപെട്ട് അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുത്തു, അതുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളുണ്ടായി. അങ്ങനെ പല രീതിയിലും അദ്ദേഹത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ഏതൊരു വിഷയത്തിലും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു കട തുടങ്ങുന്ന ഒരാൾ കട തുടങ്ങിയിട്ട് നല്ല കടയാണ്, നല്ല കച്ചവടം കാണുമ്പോൾ എത്തുമ്പോൾ ആയിരിക്കാം, നല്ല ഹോട്ടലാകട്ടെ, ബേക്കറി ആകട്ടെ, എന്തോ ആട്ടെ. അപ്പോൾ ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് ആകട്ടെ, ഒരു 2-3 സ്റ്റാഫ് ഉണ്ടായവരൊക്കെ, അപ്പോൾ 2 സ്റ്റാഫ് വിചാരിച്ച് നമുക്ക് ഒരു തുടങ്ങാൻ കുറച്ച് പൈസ കൂട്ടിയിട്ട് ഒരു കുറിയാളം തുടങ്ങി, കുറച്ച് എന്തെങ്കിലും ഒരു പൊന്നെ സ്വർണ്ണം ഉണ്ടെങ്കിൽ അതൊക്കെ വിറ്റ് അതേപോലത്തെ കട കുറച്ച് അപ്പുറം പോയി തുടങ്ങി, അത് വിജയിക്കുമോ? ഒരിക്കലുമില്ല. അതെന്താ, ഇദ്ദേഹത്തിന് കിട്ടിയ ആ എക്സ്പീരിയൻസ് അവനില്ല. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ മോട്ടിവേഷൻ സ്പീച്ചർ ഉണ്ടല്ലോ, നമ്മൾ അനിൽ ബാലചന്ദ്രൻ്റെ ഒരുപാട് കോപ്പി അടിച്ച ഒരുപാട് ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സൊക്കെ നമ്മൾ കേൾക്കുന്നത് കൊണ്ട് നമുക്ക് പോലും മെസ്സേജ് വരാറുണ്ട് വേറെ ആളുകളുടെ. എന്താ, നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് പരിപാടി, ഇന്ന സ്ഥലത്ത് ഇതുണ്ട്, ഇന്ന സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ട്, ബിസിനസ് പഠിപ്പിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. കാരണം നമ്മ അവിടെയാണ് പോയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ അങ്ങോട്ടേക്ക് മാടി വിളിക്കാൻ വേണ്ടി വേറെ സ്ഥലത്ത് നിന്ന്. അപ്പോൾ അത് അവർക്ക് അതിനിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാലും അവർക്ക് ആ റിസൾട്ട് കിട്ടില്ല റിസൾട്ട്. കാരണം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആ പാതയിലൂടെ സഞ്ചരിച്ച് വന്നിട്ടാണ് ആ റിസൾട്ട് കിട്ടുന്നത്. ഏതൊരു ബിസിനസ്സാണ് അങ്ങനെ ഇവർ ബേക്കറി പോയിട്ട് അപ്പുറം തുടങ്ങി, ഹോട്ടലിൽ പോയിട്ട് അപ്പുറം തുടങ്ങി, നടക്കുമോ? നെവർ. വളരെ ചാൻസ് കുറവാണ്. കാരണം എന്താ, അവർക്ക് ആ എക്സ്പീരിയൻസിലൂടെ അവർ കടന്നു പോയിട്ടില്ല. 1-2 കടയൊക്കെ തുടങ്ങി, ഇപ്പോൾ പല ആളുകളും ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ 1-2-3 കടയൊക്കെ തുടങ്ങി, അത് തുടങ്ങി പൊട്ടിയിട്ട് അവസാനം ഒന്നിൽ ക്ലിക്കായിട്ട് ഭയങ്കരമായിട്ട് ഉഷാറാവും. മൊബൈൽ ഷോപ്പാകട്ടെ, അല്ലെങ്കിൽ ഹോട്ടലാകട്ടെ, ബേക്കറി ആകട്ടെ, എന്തോ അവസാനം ഒന്നും ഉഷാറായി ഭയങ്കരമായി നിൽക്കുമ്പോൾ വേറെ ആൾ വന്ന് നോക്കുമ്പോൾ ഭയങ്കര കച്ചവടം, ഭയങ്കര ഉഷാർ. നമുക്കതുപോലത്തെ തുടങ്ങിയാലോ? നമ്മൾ തുടങ്ങിയാൽ പൊട്ടും, സംശയമില്ല. കാരണം എന്താ പറയുക, ഓൻ്റെ എക്സ്പീരിയൻസ് നമുക്കില്ല. അത് ഏത് മേഖലയിലായിക്കോട്ടെ, ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോട്ടെ, നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ നമുക്ക് എന്താ കഴിവില്ലേ, നമ്മളെ കഴിവിനെ എങ്ങനെ
പ്രൂവ് ചെയ്യുക? നമ്മളെ കഴിവിനെ എങ്ങനെ തെളിയിക്കുക? നമുക്ക് ഏത് മേഖലയിലാണ് കഴിവ് ഉഷാറായിട്ടുള്ളത്? നമുക്ക് ഏതൊരു മനുഷ്യനും വിജയിക്കണോ, നിങ്ങളുടെ കഴിവ് നിങ്ങൾ വർദ്ധിപ്പിക്കുക. സംസാരിക്കേണ്ട കഴിവുണ്ടോ? ഭയങ്കരമായി സ്പീക്കിംഗ്, ഇപ്പോൾ പബ്ലിക് സ്പീച്ചിനൊക്കെ ഭയങ്കര അത് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കുക. അതുപോലെ എഴുതാനും വരക്കാനും എന്താണ് നിങ്ങൾക്ക് കഴിവില്ലത്? ബിസിനസ് ഏതൊരു മേഖലയിലാണ് നിങ്ങൾക്ക് കഴിവില്ലത്? ഇനിയിപ്പോൾ കഴിവുള്ള മേഖല എങ്ങനെയാണ് തിരിച്ചറിയുക ഒരാൾക്ക്? ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കരമായ ഡ്രൈവിംഗ് കഴിവുണ്ട്, അപ്പോൾ അത് ക്ലച്ച് നോക്കണ്ട, ഗിയർ നോക്കണ്ട, ആക്സിലേറ്റർ നോക്കണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാരിങ് കൊടുത്തുകൊണ്ട് പോകുമ്പോൾ മൊബൈലിൽ ഇങ്ങനെ കളിക്കുക, അത് ഭയങ്കര എക്സ്പോർട്ടാണ് വണ്ടി ഓടിക്കുന്നതിൽ. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടാ, പിന്നെ നല്ല ഡ്രൈവറാണ്, ഉഷാറാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനെ ചെയ്യാം. ഒരു എഫക്റ്റ് ഇല്ലാത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും പറ്റിയ പണി. ഇപ്പോൾ ഞാൻ പൊറോട്ടക്കാരനാണ്, പൊറോട്ട അടിക്കും. ഒരു ചാക്ക് പൊറോട്ട ഇപ്പോൾ ഇന്ന് അധികം അടിച്ചില്ല, ഞാൻ വന്നു ഒരു ചാക്കിലധികം വളരെ കൂളായിട്ട് നമ്മൾ അടിക്കും ആ ചപ്പാത്തി, അത്ര പൊറോട്ട അടിക്കും. കാരണം നമുക്ക് ശീലമായി, ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഒരു എഫക്റ്റ് ഇല്ലാതെയായി ചെയ്യുന്നത്, ഒരു എഫക്റ്റും ഇല്ല, ഒരു ടെൻഷനില്ല. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഏത് പണിയും, ചില ആളുകൾ പരിചയമില്ലാത്ത മേഖലയിൽ വന്നിട്ട് പണിയെടുക്കും. അപ്പോൾ ഓന് എത്ര എഫക്റ്റ് എടുത്താലും ഓനിക്കത് ശരിയാവില്ല. ചില മലയാളിമാർ ചോദിക്കാറുണ്ട്, ഒരു കുക്കിനെ കൊണ്ടുവരുമ്പോൾ ഒരു പൊറോട്ടക്കാരൻ വേണം, ഒരു കുക്കിനെ വേണം. പിന്നെ നമ്മൾ ഇവിടുത്തെ കുക്കിനെ പോലത്തെ ഒരു കുക്കിനെ കിട്ടും, ഇവിടുത്തെ പൊറോട്ടക്കാരനെ പോലത്തെ കിട്ടുമോ? ഞാൻ പറയും ഒരിക്കലും കിട്ടില്ല. കാരണം എന്താ, ഇവിടുത്തെ ആൾ എത്രയോ കൊല്ലം കൊണ്ട് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ട് ഓന് മാസ്റ്ററി, അതിൽ ബിരുദാനന്ദ ബിരുദം എന്നൊക്കെ പറയാം, അതുപോലെ മാസ്റ്ററി എടുത്ത ആളാണ്. അതുപോലത്തെ ഒരാൾ വന്നിട്ട് 1 കൊല്ലം കൊണ്ടാവുമോ, 2 കൊല്ലം കൊണ്ടാവുമോ? ആവില്ല. അതേപോലെ കാലങ്ങളെടുക്കും ഓനിങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ ഏത് മേഖലയിലാണ് നമുക്ക് കഴിവില്ലെന്ന് നോക്കാൻ. ഇപ്പോൾ നമ്മൾ നീന്തുന്നു, ഇപ്പോൾ കൂളായിട്ട് നമ്മൾ കുളത്തിലേക്ക് തുള്ളിയാൽ കൂളായിട്ട് നമ്മൾ നീന്തൂലേ, നമുക്ക് ഒരു എഫക്റ്റും ഇല്ലാതെ നമ്മൾ നീന്തുന്നത്. അതുപോലെ ഒരു എഫക്റ്റ് ഇല്ലാതെ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, ബിസിനസ്സാണോ ചെയ്യാൻ പറ്റുന്നത്, കടയിൽ നടത്തലാണോ, അല്ലെങ്കിൽ ജോലിയാണോ, പിന്നെ എന്തെങ്കിലും ബിസിനസ്സാണോ, എന്തെങ്കിലും ഡ്രൈവറാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള വരുമാന മാർഗ്ഗങ്ങളാണോ, എന്താണ് നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് അതിൽ നമ്മൾ സമയവും നമ്മളെ സമ്പത്തും സമയവും എല്ലാം ചിലവഴിക്കുക. എന്നിട്ട് അത് ഉഷാറാക്കി എടുത്തിട്ട് ഉഷാറാകുക. അല്ലാതെ ഇപ്പോൾ ഓനിങ്ങനെ സമ്പാദിക്കുന്ന കഴിഞ്ഞിട്ട് അമ്മ അതിൻ്റെ ബാക്കിൽ പോയാൽ നമ്മ പൊട്ടും. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു വ്യക്തിയെ ഇത്രത്തോളം മോശമായിട്ടൊക്കെ പറയുമ്പോൾ ചെറിയൊരു പ്രതികരണം നമ്മളെ വകയിലും ആകാമെന്ന് കരുതി. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, യാഥാർത്ഥ്യമാണ്, സത്യം ഇതാണ്. ഓരോ ആളുകളെക്കുറിച്ച് നമ്മൾ മോശം പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണോ പറയുന്നത്, അല്ല അറിയാതെയാണോ പറയുന്നത്? കൃത്യമായി അറിഞ്ഞതിൻ്റെയൊക്കെ തെളിവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയാൻ. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക.